ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുണ്ടിയാമ്പറമ്പ് അമ്പലത്തിലേക്കുള്ള കാഴ്ചവരവിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഇത് അങ്ങാടിക്കടവ് നിന്ന് വരുന്ന ഘോഷയാത്രയാണ്, തുടങ്ങുന്ന ഘോഷയാത്രയാണ്. നേരെ മുണ്ടിയാമ്പറമ്പ് അമ്പലത്തിൻ്റെ മുന്നിലാണ് ഇത് സമാപിക്കുക. അപ്പോൾ പല ദേശങ്ങളിലായിട്ടുള്ള കാഴ്ച വരവാണ് കേട്ടോ. പലതരം അമ്മൻകൂടം അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചകളും ശിങ്കാരിമേളം, അതായത് പെണ്ണുങ്ങളെ ശിങ്കാരിമേളം, ആണുങ്ങളെ, അങ്ങനെ വെറൈറ്റി ടീമുകളുടെ ശിങ്കാരിമേളം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഏട്ടൻ്റെയൊക്കെ ശിങ്കാരിമേളത്തിൻ്റെ ടീമാണ് കേട്ടോ. അപ്പം ഇതിൽ ഏട്ടനുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിക്കുക. അപ്പം പിന്നെ ഇത് കണ്ടോ, ഒരു ശൂലം, ഈ വായിക്കൂടി ഇങ്ങനെ ശൂലം കുത്തിയിട്ട് അങ്ങനെയൊക്കെ നേർച്ചയൊക്കെ ചെയ്യുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ സ്വാമിമാരും അങ്ങനെയൊക്കെ ഈ ശൂലം കുത്തി കാവടി എടുത്ത് അവർ ഒക്കെ ഓരോ നേർച്ചകൾ കൂട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പരമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാണ് ശിവനും പാർവതിയും ഗണപതിയും ഒക്കെ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പം ഏട്ടൻ്റെയും മൊത്തത്തിലുള്ള എല്ലാ ശിങ്കാരിമേളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവരെ ജാഥയല്ല, ഈ ഘോഷയാത്രേൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. സ്റ്റാർട്ടിങ് മുതലില്ല എങ്കിലും അമ്പലത്തിൻ്റെ ഫസ്റ്റ് കവാടം മുതൽ അമ്പലം വരെ ഞാൻ ഇവരെ കൂടെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തായപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇതിപ്പോൾ സമയം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് പോയിട്ടൊരു ഐസ്ക്രീം വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അമ്പലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് ഫുൾ ആഘോഷമാണ് കേട്ടോ. ഒരു നാടിൻ്റെയൊക്കെ ഒരു ഉത്സവം പോലെയാണ്. അത്രയും ആൾക്കാരുണ്ട്, അഴിയിട്ട താഴെ വീങ്ങൂല, അത്രയും ജനങ്ങളുണ്ട് ഈ ഒരു കാഴ്ചവരവിലേക്ക്. അപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ആഘോഷങ്ങളും ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ. അപ്പം ഇതാണ് വേറൊരു ടീം കേട്ടോ. അപ്പോൾ ഇവർ കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പം ഇവരെയൊക്കെ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ ശിങ്കാരിമേളം അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊട്ടി ഭയങ്കര രസമാണ്. ഒന്ന് കേട്ട് നോക്കും.
കുഞ്ഞിയുടെ ഏട്ടൻ്റെ ഒക്കെ സീനാണ്. അതായത് ഇവരിങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറി വരുത്താണ്. അതായത് ഓരോരുത്തർ മാറുന്നതിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരുത്തുക. അങ്ങനെ ഇത് ലാസ്റ്റ് അവരുടെ ടീം അമ്പലത്തിൻ്റെ നേരെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെയാണ് കൊട്ടും കാര്യങ്ങളൊക്കെ അവരൊരു കൊട്ടിക്കലാശം പോലെ ഇവിടെ നിന്നാണ്. ഇങ്ങനെ അടിപൊളിയായിരുന്നു. കാരണം 4 ഭാഗത്തുനിന്നും ഈ ചെണ്ടമേള ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ തുള്ളലും വേറെ ടീമിൻ്റെ കൊട്ടും അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇവരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സമയം കഴിഞ്ഞു കേട്ടോ. കാരണം ഒരു 3 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ഈ പൂരപ്പാട്ടുണ്ടാകുക. ഇതാണ് ഫുഡിൻ്റെ ക്യൂ. ആ ക്യൂ എന്താകുമ്പോൾ അത്രയും തിരക്കായിരുന്നു. പൂരപ്പാട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പോൾ ഫുഡ് കിട്ടി. ഒന്നുമില്ല, സാമ്പാറും പിന്നെ മോരും അച്ചാറുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.